മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന വിധമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. മൈ ഭാരത് പോർട്ടലിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് ആ സൈറ്റിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് ആ സൈറ്റിലേക്ക് എത്തിച്ചേരാം. ഇവിടെ യൂത്ത് രജിസ്ട്രേഷൻ എന്നുള്ള സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ കൊടുത്ത് വെരിഫൈ ചെയ്യുന്നതിനായി ജനറേറ്റ് OTP കൊടുക്കുക. തുടർന്ന് നമ്മൾ നൽകിയിരിക്കുന്നത് പോലെ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിലിലേക്കോ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് മൊബൈൽ നമ്പർ അഥവാ ഇമെയിൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. വന്നിരിക്കുന്ന OTP എൻ്റർ OTP എന്നുള്ളിടത്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഫുൾ നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ജനനതീയതി, ആദ്യം പേര് കൊടുത്തു. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. തുടർന്ന് സ്റ്റേറ്റ്, ജില്ല, നിങ്ങൾ അർബൻ ആണോ റൂറൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നഗരപ്രദേശമാണോ ഗ്രാമപ്രദേശമാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങൾ താമസിക്കുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ ബ്ലോക്ക്, പിൻകോഡ് ഇവ നൽകുക. തുടർന്ന് ടേം ഓഫ് യൂസ് ഓക്കെ ആണെങ്കിൽ ഐ കൺസെൻറ്റ് ടു ടേംസ് ഓഫ് യൂസ് എന്നുള്ളത് ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൈ ഭാരത് പ്രൊഫൈൽ ഈസ് ഓൾമോസ്റ്റ് റെഡി എന്ന് കാണാം. തുടർന്ന് നിങ്ങൾക്ക് മെയിൽ ID കൊടുക്കാം, അത് നിർബന്ധമല്ല. തുടർന്ന് NSS വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ യൂത്ത് ടൈപ്പ് എന്നുള്ള NSS എന്നുള്ള റൗണ്ട് മാർക്ക് ചെയ്യുക. NSS എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് NSS എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ളൊരു കോളം കൂടി വരും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഹയർ സെക്കൻഡറി VHSC ഒഴിച്ച് കോളേജുകൾക്കും മറ്റുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ വെച്ച് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സെലക്ട് സ്പോർട്സ് ടാലൻറ്റ്, പ്രത്യേകിച്ച് സ്പോർട്സ് ടാലൻ്റ് ഉള്ളവർക്കൊക്കെ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഒരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങൾ താല്പര്യം അനുസരിച്ച് അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് പൂർത്തിയായി. നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ പേരെ റെഫർ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് റെഫർ ലിങ്ക് ലഭ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യാനായിട്ടും ഉള്ള ഓപ്ഷനൊക്കെ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാം. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഗിൻ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൈ അക്കൗണ്ടിൽ പോയി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പുതിയതായി ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും ജനറേറ്റ് OTP കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ല എന്ന് കാണിക്കും. തുടർന്ന് ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കോളേജുകളുടെയും യൂണിവേഴ്സിറ്റി ഡിപ്ലോമ വരെയുള്ളതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ തന്നെ നമ്മൾ യൂസർ ക്രിയേഷൻ സമയത്ത് തന്നെ ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് കോളേജുകളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിനിൽ തന്നെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്കൂളിൻ്റെ ഇപ്പോൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS വോളണ്ടിയേഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ സ്കൂൾ ആഡ് ചെയ്യപ്പെടാത്തത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളതിൽ പോയി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലോഗിനിൽ കാണുന്ന അതിൽ മൈ അക്കൗണ്ടിൽ പോയി
ഇത്തരത്തിൽ നമുക്ക് മൈ അക്കൗണ്ടിൽ ഇങ്ങനെയുള്ള ടാബുകൾ കാണുവാനായിട്ട് സാധിക്കും. അതിൽ എബൌട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ്, കൂടുതലായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ചേർക്കേണ്ടത് ചേർക്കാം. തുടർന്ന് അതിൻ്റെ താഴെയായി യൂത്ത് ടൈപ്പ് എന്നുള്ളത് NSS വോളണ്ടിയേഴ്സ് NSS എന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ നെയിം, മെയിൽ തുടങ്ങിയ, അതായത് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കാണാം. ഇവിടെ വെച്ച് നമുക്ക് ഇമെയിൽ, നമ്മൾ നൽകിയിരിക്കുന്ന ഇമെയിൽ വെരിഫൈ ചെയ്യാം. ഇമെയിൽ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും. തുടർന്ന് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്നവർ ഇൻ്റർമീഡിയറ്റ്, +2 ഇൻ്റർമീഡിയറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് സ്കൂൾ കൊടുക്കുക. സ്കൂൾ സ്റ്റേറ്റ് കേരള കൊടുക്കുക. കേരളത്തിൽ നിന്ന് സ്കൂൾ ഡിസ്ട്രിക്ട് ജില്ല കൊടുക്കുക. സ്കൂൾ നെയിം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. സ്കൂൾ നെയിമുകൾ ഇതിൽ ലഭ്യമാകുന്നുണ്ട്. തുടർന്ന് സ്ട്രീം നെയിം, അതിൻ്റെ സ്ട്രീം കൊടുക്കുക. VHSC ഇതുകൊണ്ട് ഇതിൽ VHSC NSKF എന്ന് കൊടുക്കുകയാണ്. എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് നമ്മൾ +2 ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അപ്പിയറിംഗ് എന്ന് കൊടുക്കുക. ഹയർ സെക്കൻഡറി ലെവലിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പിയറിംഗ് എന്ന് കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ പഠിക്കുന്ന ബോർഡ് സെലക്ട് ചെയ്യുക. ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നു. കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്നു. യൂണിക് ഐഡൻറ്റിഫയർ, സെലക്ട് യൂണിക് ഐഡൻറ്റിഫയർ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. അത് നൽകുക. തുടർന്ന് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നിർബന്ധമായിട്ടുള്ളതുണ്ട്, ചിലത് നിർബന്ധമല്ല. നിർബന്ധമായിട്ടുള്ളത് മസ്റ്റായിട്ടും കൊടുക്കണം. യൂണിക് ഐഡൻറ്റിഫയർ നമ്പർ എല്ലാം നിർബന്ധമാണ്. തുടർന്ന് മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് പലതും നിർബന്ധമല്ല, നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അത്തരത്തിൽ ആ മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് താഴെയായി സേവ് എന്ന ബട്ടൺ കാണാം. ഈ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. തുടർന്ന് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പ്രോഗ്രാം ഓഫീസർമാർക്ക് വെരിഫയർ ലോഗിനിൽ ഈ ചെയ്തവരുടെ ലിസ്റ്റ് ലഭ്യമാകും. അവർക്കത് അപ്രൂവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.